പൂർണ്ണമായി നമുക്കെല്ലാവർക്കും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് പല ടൈം സോണുകളിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ നാം ഇരിക്കുന്ന ഇടങ്ങളിരുന്നു കൊണ്ട് തന്നെ കർത്താവിനെ നന്ദിയോട് ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും തട്ടി കർത്താവിനെ നന്ദിയോട് ഒന്ന് സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ദൈവജനം ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അഭിഷക്തൻ പറഞ്ഞതുപോലെ നമ്മുടെ കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് അസാധാരണമായ വിടുതലുകൾ വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്ന ദൈവമക്കൾ, അന്യഭാഷ വരമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ അഭിഷക്തന്മാരെയും ഇതിനകത്തിരിക്കുന്ന സകലരെയും രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് സംസാരിക്കണമേ. അടിയനോട് സംസാരിക്കണമേ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വായിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ഒന്ന് കടന്നു വരാം. ദൈവമക്കൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെല്ലാവരും വീഡിയോയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ ആരും വരുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾക്ക് സ്തോത്രം കഴിവുള്ളവർ സ്തോത്രം വീഡിയോയിൽ വന്നിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മുഖാമുഖമായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിലും വായിച്ച തിരുവചന ഭാഗത്തേക്ക് നമുക്കൊന്ന് വേഗത്തിൽ ഓടി വരാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച തിരുവചന ഭാഗം. നോക്കിയേ. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്തു, ഇടയ സഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവണയുമായി പെലസ്ത്യനോട് അടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നാം ആയിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ലോകം മുഴുവനും സ്തോത്രം ഒരു ഭയാനകരമായ അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഇതിനകത്ത് കൂടിയിരിക്കുന്നവർക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന സ്തോത്രം ഒരു പദ്ധതിക്കല്ല നാം ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നത്. സ്തോത്രം. ഇവിടം കഴിഞ്ഞാലും നമുക്കൊരു നിത്യതയുണ്ടെന്നുള്ള ഉറപ്പില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രത്യാശയുള്ളവരായിട്ട് വേണം ഇന്ന് രാത്രി തിരുവചനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. സ്വത്രം. ദാവീദ് എന്ന മനുഷ്യനെ ദൈവം സ്വത്രം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അധികാര കൈമാറ്റം നമുക്കവിടെ കാണാൻ കഴിയും. ദൈവിക അധികാരം. സ്വത്രം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, അഭിഷക്തമാരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവിക അധികാരം ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. ഇവിടെ നാം പ്രാർത്ഥിച്ച് തളരേണ്ട കാലഘട്ടമല്ല. ദൈവിക അധികാരത്തിലേക്ക് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഈ ദിവസങ്ങൾ സ്വത്രം കോട്ടകളെ പിടിച്ചടക്കുന്ന ഒരു അഭിഷേകം നമ്മിൽ വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. സ്വത്രം. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഒതുങ്ങുകയല്ല. രാജ്യങ്ങൾ കത്തിപ്പടരുന്ന ഒരു ഉണർവിലേക്ക് ദൈവസഭകളെ നയിക്കേണ്ട അധികാരം ദൈവം നമ്മിൽ പകർന്നിരിക്കുമ്പോൾ നാം 4 മൂലകളിൽ ഒതുങ്ങേണ്ടവരല്ല, ഏതെങ്കിലും രാജ്യത്തിനകത്ത് ഒതുങ്ങേണ്ടവരല്ല, ഉണർവിലേക്ക് ചലിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത ഇന്ന് രാത്രി നമ്മെ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഒരു മനുഷ്യനിലേക്ക് ദൈവം തൻ്റെ അധികാര കൈമാറ്റം നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. സ്വത്രം. ആരാണ് ദാവീദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞു പിള്ളേർ മുതൽ മുതിർന്നവർക്ക് വരെ വ്യക്തമായി ധാരണയുണ്ട് ആരാണ് ദാവീദ് എന്നുള്ളത്. സ്വത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ 12 മക്കളിൽ 4-മനായി ജനിച്ചവനാണ് സ്വത്രം യഹൂദ എന്ന് നമുക്കറിയാം. സ്വത്രം. ഹല്ലേലൂയ. ദാവീദിന് സ്വത്രം യാക്കോബിന് ലേയിൽ നിന്ന് ജനിച്ച 4-മത്തെ മകനാണ് യൂദ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലേയ
വിവാഹം കഴിക്കുന്നത് തന്നെ ഒരു സ്വത്രം യാദർച്ഛികം എന്ന പോലെയാ. സ്വത്രം യാക്കോബ് ആഗ്രഹിച്ച ഒരു വിവാഹമല്ലായിരുന്നു, യാക്കോബ് ചിന്തിച്ചതുപോലും അല്ലായിരുന്നു. പക്ഷേ ലാബാൻ ഒരുക്കിയ ഒരു കെണിയിൽ യാക്കോബ് വീണതാ. പക്ഷേ സ്വത്രം നോക്കിയേ, സ്വത്രം ഹല്ലേലൂയ, യാക്കോബ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് റാഹേലിനെയായിരുന്നു അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, റാഹേലിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹാലോചന നടക്കുന്നത്. പക്ഷേ സ്വത്രം ഹല്ലേലൂയ, വിവാഹ രാത്രിയിൽ ലാബാൻ ഒരു പരിപാടി ഒപ്പിച്ചു. ഹല്ലേലൂയ, ലേയയെ സ്വത്രം യാക്കോബിന് കൈമാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഹോദരിയെ ഒന്ന് നോക്കിയേ, സ്വത്രം അപ്പന്റെ ഒരു സ്വത്രം ഹല്ലേലൂയ കുരുട്ട് വേല കാരണം സ്വത്രം ഹല്ലേലൂയ യാദർച്ഛികമായ ഒരു കുടുംബത്തിലേക്ക് കയറിപ്പോകേണ്ടി വന്നവളാ ലേയ. സ്വത്രം ഹല്ലേലൂയ, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സഹോദരിയാണ് യാക്കോബ് ഒട്ടും ഇഷ്ടപ്പെടുന്നത്, ഒരുപാട് ഇഷ്ടപ്പെടുന്നതെന്ന് അവൾക്കും നന്നായിട്ട് അറിയാമായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ജീവിതത്തിനകത്ത് വന്നത് സ്വത്രം തൻ്റെ താല്പര്യത്തിലല്ലായിരുന്നു. സ്വത്രം നോക്കിയേ, യാദർച്ഛികമായി യാക്കോബ് ഭാര്യയായി മാറിയ ലേയ. സ്വത്രം ഹല്ലേലൂയ. എന്നും പ്രഭാതത്തിലും അടുത്ത ദിവസങ്ങളിലും യാക്കോബിനെ കാണുന്നത് റാഹേലിന്റെ മുമ്പിലാ. സ്വത്രം വേദന എത്രമാത്രം വലുതാണെന്ന് അറിയാമോ? ഒറ്റപ്പെടലിന്റെ വേദനകളും സ്വത്രം നിന്ദിക്കുന്ന വേദനകളും സ്വത്രം മാറ്റി നിർത്തുന്ന വേദനകളും ലേയ നന്നായിട്ട് അനുഭവിച്ചവളോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലേയ സ്വത്രം ഹല്ലേലൂയ ആ സ്വത്രം ഒറ്റപ്പെടലും വേദനകളും അനുഭവിച്ചപ്പോഴും ദൈവം മറുവശം അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. സ്വത്രം ഹല്ലേലൂയ. അവിടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു കൊടുത്തത് കൊണ്ട് സ്വത്രം ദൈവം അവൾക്ക് സ്വത്രം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ എന്നീ സ്വത്രം ഹല്ലേലൂയ ഉന്നതമായ ഏറ്റവും ഉയരമുള്ള സ്വത്രം മൂത്ത തലമുറകൾ യാക്കോബിന് കൈമാറാൻ ദൈവം അനുഗ്രഹിച്ചത് ലേയയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ സ്വത്രം ഹല്ലേലൂയ ഒറ്റപ്പെടലും സ്വത്രം നിരാശകളും അനുഭവിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്വത്രം ഹല്ലേലൂയ, ദൈവം നിന്നെ മറന്നു കളയത്തില്ല. ദൈവത്തിന്റെ ഉറവ് നിനക്ക് എപ്പോഴും തുറന്നിരിക്കുമെന്നുള്ള സത്യം നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് ജനിച്ചവനാ, വാഗ്ദത്ത സന്തതിയാ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറച്ച യാക്കോബിനെ ദൈവം സ്വത്രം ഹല്ലേലൂയ ലാബാന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചത് വഴിയോരങ്ങളിൽ ദൈവം അവനെ ബലപ്പെടുത്തി നാളുകളിൽ അവൻ എന്തായി തീരുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തതയും നൽകി പറഞ്ഞു വിട്ടവനാ. എന്നാൽ നോക്കിയേ, ലാബാന്റെ ഭവനത്തിലെത്തിയപ്പോൾ സ്വത്രം അവന്റെ ആഗ്രഹം റാഹേലിലായിരുന്നുവെങ്കിലും സ്വത്രം യാദൃച്ഛികമായ ലേയയെ സ്വത്രം സ്വയം ഹൃദയം കൊണ്ടെങ്കിലും സ്വത്രം മാറ്റി നിർത്തുന്ന യാക്കോബിനെ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വത്രം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം ഹല്ലേലൂയ, സ്വത്രം മാറ്റി നിർത്തുന്നത് സ്വത്രം ഒരുപക്ഷെ പുറത്തുള്ളവരായിരിക്കത്തില്ല, അഭിഷക്തന്മാരുടെ നിരയിൽ നിന്നായിരിക്കും നിന്നെ മാറ്റി നിർത്തുന്നത്. സ്വത്രം ഹല്ലേലൂയ. വിളിയുള്ളവരും തിരഞ്ഞെടുപ്പുള്ളവരായിരിക്കും നിന്നെ ചില ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഭാരപ്പെടണ്ട, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യാക്കോബിന് വാഗ്ദത്തമുണ്ടായിരുന്നു. യാക്കോബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നിട്ടും ദൈവം യാക്കോബിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും അനുകൂലപ്പെടാതെ ലേയയിലൂടെ ഒരു നല്ല തലമുറയെ പുറത്തിറക്കി. സ്വത്രം ഹല്ലേലൂയ. അവന്റെ പേരാ യഹൂദ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനിച്ചു. സ്വത്രം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ റാഹേലും സ്വത്രം ഗർഭവതിയായി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. സ്വത്രം ജോസഫും ബെന്യാമിനെയും നമുക്ക് കാണാൻ കഴിയും. യാക്കോബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയായിരുന്നു? റാഹേലിന്റെ മക്കളെയായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. എന്നാൽ സ്വത്രം ദൈവം യാക്കോബിന് മറച്ചു വെച്ചിരുന്ന ഒരു നിധിയായിരുന്നു യഹൂദ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലർക്ക് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ചില നിധികളെ ഈ വർഷങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂതായി കൈമാറാം. ഒരുപക്ഷെ നിന്നെ അഭിഷക്തന്മാരുടെ നിര തിരിച്ചറിഞ്ഞില്ലെങ്കിലും സ്വത്രം അഭിഷക്തന്മാരുടെ നിര നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ യഹൂദയെ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിന് ഇഷ്ടം റാഹേലിന്റെ സന്തതികളെയായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടം ജോസഫിനെയായിരുന്നു. ജോസഫിലായിരുന്നു അവന്റെ പ്രതീക്ഷ. എന്നാൽ സ്വത്രം ഹല്ലേലൂയ, ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രമേ ജോസഫിനെ ദൈവം പദ്ധതിയിൽ വെച്ചിട്ടുള്ളായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൂത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ലേയയിൽ നിന്നുമുണ്ടായ നാലാമത്തെ മകനായ യഹൂദയെ കുറിച്ച് യാക്കോബിന് വ്യക്തതയില്ലായിരുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇന്നും
പല ദൈവദാസന്മാർക്കും പല അഭിഷക്തന്മാർക്കും പല നേതാക്കന്മാർക്കും അറിയത്തില്ല തന്നോട് കൂടെ നടക്കുന്ന അഭിഷക്തന്മാരെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സ്വത്രം ചിലരെ മാറ്റി നിർത്തി നിന്നെ പുറത്തേക്ക് ഇറക്കുന്ന സുദിനം അതിവിദൂരമല്ല എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. സ്തോത്രം, ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ആരെല്ലാം നിന്നെ മുന്നോട്ട് വരാതെ തടഞ്ഞാലും ഇന്ന് രാത്രിയിൽ ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ ദൈവം നിന്റെ മേൽ പരമേൽപ്പിച്ച് നിന്നെ പുറത്തിറക്കുന്ന വർഷമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ കാലഘട്ടം വരെ നീ ചിലയിടങ്ങളിൽ മറഞ്ഞിരിക്കും, ആരുടെയും കണ്ണിൽ വെളിപ്പെടാതെ. ഒരു പ്രവാചകനും പ്രവാചകയ്ക്കും നിന്നെ കണ്ണ് കാണാതെ ദൈവം നിന്നെ മറച്ചിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. Praise the Lord. Amen, amen, amen. Praise the Lord. Hallelujah. നോക്കിയേ, ലേയ അനുഭവിച്ച വേദന വലുതാ. വീടിനകത്ത് സഹോദരിയും സ്വത്രം ഹല്ലേലൂയ അവളെ ഒറ്റപ്പെടുത്തി. സ്വത്രം ഹല്ലേലൂയ. വീടിനകത്ത് അപ്പനും അമ്മയുടെ നിർബന്ധ പ്രകാരം ഒരു കുടുംബത്തിലേക്ക് കയറിപ്പോയവൾ. സ്വത്രം ഹല്ലേലൂയ. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. സ്വത്രം അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ അതിനകത്തിരിപ്പുണ്ട്. സ്വത്രം മാതാപിതാക്കളുടെ തീരുമാനങ്ങളുടെ മുമ്പിൽ സ്വത്രം ഹല്ലേലൂയ വിവാഹത്തിന് വേണ്ടി സ്വത്രം തലകുനിക്കപ്പെട്ടവർ, സ്വത്രം ജീവിതത്തിൻ്റെ അവസാനം വരെ സ്വത്രം നീറി ജീവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ കരഞ്ഞാൽ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടിയും സ്വർഗം തുറക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ഹല്ലേലൂയ. നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല. ആരെല്ലാം നിന്നെ തഴഞ്ഞാലും, നീ പറയുന്ന സ്വത്രം നേതൃത്വ നിരകൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, സ്വത്രം നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭദ്രമായിരിക്കും. സമയത്തിൽ അവൻ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ലേയ സൗന്ദര്യമില്ലാത്തവളായിരുന്നു. സ്വത്രം ഇച്ചിരി സൗന്ദര്യം കുറവായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവരെ മുമ്പിൽ കൂടെ കൊണ്ട് നിർത്താൻ വലിയ സൗന്ദര്യമില്ല. സ്വത്രം ആൾക്കാരെ കൂടെ നിർത്തി സ്വത്രം ഒരു അഭിഷക്തൻ പാസ്റ്റർ എന്നൊക്കെ പറയാൻ നിന്നെ കൊള്ളാത്തത് കൊണ്ടാണ് ചിലർ നിന്നെ കൂട്ടാത്തത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സ്വത്രം നിന്റെ സൗന്ദര്യം നോക്കിയല്ല ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ചില ശുശ്രൂഷകൾ നിന്റെ മേൽ ദൈവം നൽകി നിന്നെ പുറത്തിറക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സൗന്ദര്യം നോക്കി മാറ്റി നിർത്തുന്നവരുടെ നടുവിൽ സ്വത്രം സാഹചര്യങ്ങൾ നോക്കി സമ്പത്ത് നോക്കി നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഇതിനകത്തിരിക്കുന്ന ചില അഭിഷക്തന്മാരോടും അഭിഷക്തന്മാരോടും ദൈവം ക്ലിയറായി സംസാരിക്കുക. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുക. ചില അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം നിന്റെ മേൽ പകർന്നാൽ ആർക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ഉറപ്പിലായി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാകണം. Praise the Lord. Hallelujah. Hallelujah. അവഗണിക്കപ്പെട്ടവളായിരുന്നു റാഖേലോ. സ്വത്രം പരിഗണിക്കപ്പെട്ടവളായിരുന്നു. ആർക്ക്? യാക്കോബിന്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അവഗണിച്ചവളായിരുന്നു ലേയ. എന്നാൽ യാക്കോബേ, നീ അറിയാത്ത ദൈവമാ എൻ്റെ ദൈവം. എൻ്റെ ദൈവം മുഖപക്ഷം നോക്കാത്ത ദൈവമാ. സ്വത്രം ഹല്ലേലൂയ. മുഖപക്ഷം നോക്കാത്ത ദൈവമാ. സ്വത്രം ഹല്ലേലൂയ. യാക്കോബ് വാഗ്ദത്തമുള്ളവനാ. സ്വത്രം ദൈവം തെരഞ്ഞെടുത്തവനാ. സ്വത്രം ഹല്ലേലൂയ. ദൈവം ഭാവി പദ്ധതികൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നവനാ. പക്ഷേ സ്വത്രം നിന്റെ തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. അതുകൊണ്ടാണ് എൻ്റെ ദൈവത്തെ കുറിച്ച് പറയുന്നത്, അവൻ മുഖപക്ഷം നോക്കാത്ത ദൈവമാ. മുഖപക്ഷം നോക്കാത്ത ദൈവമാ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ശക്തികൾക്കും നിന്നെ തടയുവാൻ കഴിയത്തില്ല. നീ പുറത്തു വരിക തന്നെ ചെയ്യും. Praise the Lord. Praise the Lord. Hallelujah. റാഖേലിനെ യാക്കോബ് പരിഗണിച്ചു. ഹല്ലേലൂയ. സ്വത്രം യാക്കോബ് സ്വത്രം റാഖേലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ലേഹയെ സ്വത്രം അവൻ ഇഷ്ടപ്പെട്ടില്ല. സ്വത്രം ഹല്ലേലൂയ. എന്നാൽ അവളിലൂടെ പുറത്തു വന്നത് സ്വത്രം ശ്രേഷ്ഠമായ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ഭാവിയിൽ കണ്ട ഒരു തലമുറയായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ തലമുറകളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സമൂഹം എന്തെല്ലാം പേര് ചാർത്തിയാലും സ്വത്രം നശിക്കും, നശിച്ചു പോകും. നിന്റെ തലമുറകളൊന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. നിന്റെ തലമുറകൾ ഈ ലോകത്തിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ലോകത്തിനും മനുഷ്യനും സഭയ്ക്കും കൂട്ടായ്മകൾക്കൊന്നും പ്രയോജനമില്ലാത്തവനായി മാറുമെന്നുള്ള ലേബലിനെ മാറ്റിമറിക്കുവാൻ എൻ്റെ
ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ സാഹചര്യം വെച്ച് ദൈവത്തെ നീ അളക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്റെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ചില അധികാരത്തിൻ്റെ ശുശ്രൂഷ നിന്റെ മക്കളെ മേൽ, നിന്റെ തലമുറകളെ മേൽ ദൈവം പകർന്ന് സ്വത്രം അടുത്ത കാലഘട്ടങ്ങളെ ചലിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ കൈമാറുകയാ. ദൈവത്തിന്റെ ദൂതിനെ ഞാൻ കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം മുഖപക്ഷം നോക്കാത്തവനാ. യാക്കോബേ, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പദ്ധതിയുള്ളവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷകൾ ഉള്ളവനാ. നീ അവഗണിച്ചാൽ ഞാൻ അവഗണിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ഏതെങ്കിലും അഭിഷക്തമാർ ഏതെങ്കിലും ഗ്രൂപ്പുകൾ നിന്നെ അവഗണിച്ചാൽ ഭാരപ്പെടരുത്. ദൈവം നിന്നെ അവഗണിക്കാത്തിടത്തോളം കാലം സ്വത്രം ഒരുത്തനും നിന്നെ തള്ളിക്കളയുവാൻ കഴിയത്തില്ല, മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. ഇതിനകത്തിരിക്കുന്ന അഭിഷക്തമാരെ സ്വത്രം ഹല്ലേലൂയ, ചിലരുടെ വേദനയുടെ വാക്കുകൾ കേട്ട് സ്വത്രം ഹൃദയത്തിനകത്ത് വേദനയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ കാണുകയാ. ഈ കാലം നിന്റെ കാലമാ. ദൈവം നിന്നെ അധികാരത്തോടു കൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാ. ദൈവിക അധികാരം വെളിപ്പെടുത്തുന്ന കാലഘട്ടമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി എപ്പോഴും വിചിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ തയ്യാറാമാവോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ നീതി വിചിത്രമാണ്. സ്തോത്രം. നാം ചിന്തിക്കുന്നതല്ല ദൈവത്തിന്റെ നീതി. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക, ദൈവത്തിന്റെ നീതി മനുഷ്യൻ ചിന്തിക്കുന്നതല്ല, യാക്കോബ് ചിന്തിച്ചതല്ല, ദൈവത്തിന്റെ നീതിയായി വെളിപ്പെട്ടത്. യാക്കോബ് ചിന്തിച്ചതുപോലെയല്ല. എൻ്റെ ഇഷ്ടം റാഹേലിനോടാ, റാഹേലിനെ വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാ സ്വത്രം ലേയെ കഴിച്ചിട്ട് വീണ്ടും റാഹേലിന് വേണ്ടി ചില വർഷങ്ങൾ കൂടി ലാബാന്റെ വീട്ടിനകത്ത് സ്വത്രം ഒരു അടിമയെ പോലെ പാർക്കേണ്ടി വന്നത് സ്വത്രം റാഹേലിനോടുള്ള വലിയ സ്നേഹമായിരുന്നു. എന്നാൽ സ്വത്രം ഹല്ലേലൂയ, യാക്കോബ് അറിയാതെ സ്വത്രം ലേയിലൂടെ ജനിച്ച ഒരു സന്തതിയെ വാഗ്ദത്തങ്ങളിലേക്ക് ഉയർത്തുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നത് യാക്കോബ് അറിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെല്ലാം എന്തോ ചിന്തിച്ചോട്ടെ, ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്തോട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സ്വത്രം മനുഷ്യരുടെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം ഇന്ന് രാത്രി നീ മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം അടുത്തു വരുവാൻ കഴിയുന്നോ അത്രമാത്രം അടുത്തു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും വിശ്വസിക്കുവാനും ചേർന്നിരിക്കുവാനും നീ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, സ്വത്രം ചില അധികാര കൈമാറ്റം ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലരുടെ മേൽ ദൈവം അയക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേയ അവഗണന കണ്ടുമടുത്തു. സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. ദൈവം അവളുടെ അവഗണനകളെ കണ്ടു. സ്വത്രം. വേദനയെ കണ്ടു. സ്വത്രം. ഹന്ന സ്വത്രം ജീവിതത്തിനകത്ത് അനുഭവിച്ചത് സ്വത്രം അവഗണനയായിരുന്നു. സ്വത്രം. ഹല്ലേലൂയ. മാറ്റി നിർത്തലായിരുന്നു. സ്വത്രം. സന്തതികളില്ലാത്തത് കൊണ്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചിലരുടെ ഗർഭപാത്രത്തെ ദൈവം അടച്ചതും സ്വത്രം. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതികളുടെ സ്വത്രം ജനനങ്ങൾ നടന്നതും ആ സ്വത്രം അടയപ്പെട്ട ഗർഭപാത്രങ്ങളിലൂടെയാ. ഇന്ന് രാത്രിയിൽ ചിലത് നിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ വേണ്ടിയാ. ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ വേണ്ടിയാ, ചില സ്വത്രം ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ വേണ്ടിയാ, ചില വഴികൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്നത്. സ്വത്രം. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ. സ്വത്രം. ദിക്കുകളെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ ദൈവമാ. സ്വത്രം. കിഴക്കിനെയും പടിഞ്ഞാറിനെയും വടക്കിനെയും തെക്കിനെയും ഒരുപോലെ തൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. ദൈവജനമേ, പ്രാർത്ഥിക്കുവാൻ എന്നോടൊപ്പം എത്ര പേർ തയ്യാറാണ്? നിന്റെ കിഴക്കുകളെയും വടക്കിനെയും പടിഞ്ഞാറിനെയും തെക്കിനെയും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം തുറക്കുവാൻ ആഗ്രഹിക്കുക. നീ അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വത്രം നീ പരാതികളോടുകൂടി ഇരിക്കുന്ന മേഖലകളിലേക്ക് ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ദിക്കുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രത്യേകതകൾ സ്വത്രം ഓരോ ദിക്കുകൾക്കും ഉണ്ടെന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. കിഴക്കിനെ കുറിച്ച് പറഞ്ഞാൽ സ്വത്രം കിഴക്ക് സ്വത്രം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കിഴക്ക് ദൈവം ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിലാക്കി. സ്വത്രം. കിഴക്കിനൊരു പ്രത്യേകതയുണ്ട്. പുതിയ സൃഷ്ടിപ്പുകൾ നടക്കുന്ന ഇടമാ. ദൈവം ചിലതിനെ പുതുതായി തുടങ്ങുന്ന ഇടമാ. ഇന്ന് രാത്രിയിൽ ചിലരുടെ ജീവിതത്തിന്
ജീവിതത്തിനകത്തൊരു പുത്തൻ തുടക്കങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം കിഴക്കിൻ്റെ സ്വത്രം വാതിലുകളെ തുറക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, സ്വത്രം തുടങ്ങിയതെല്ലാം പരാജയമാ, സ്വത്രം തൊട്ടതെല്ലാം പരാജയമാ, എങ്ങോട്ട് തിരഞ്ഞാലും പരാജയമാ സ്വത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കിഴക്കിനെ ദൈവം തുറന്ന് സ്വത്രം ഹല്ലേലൂയ ഒരു പുതിയ ആരംഭങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഴക്കൊരു സാധാരണമായ ഇടമല്ല. സ്വത്രം ദൈവത്തിന്റെ സൃഷ്ടിയെ പാർപ്പിച്ച ഇടമാ. ചില നദികൾ പുറപ്പെട്ടത് അവിടെ നിന്ന് തീർന്നില്ല. സ്വത്രം ദൈവത്തിന്റെ തേജസ് കിഴക്ക് നിന്ന് ഉദിച്ചു എന്നാ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ കിഴക്കിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്ക് ദൈവ തേജസ് വെളിപ്പെടുന്ന ഇടമാ. വീണ്ടും തീർന്നിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ കാണുന്നു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാ. ഇന്ന് രാത്രിയിൽ കിഴക്കിന്റെ പ്രത്യേകത ദൈവിക ഇടപെടൽ നടക്കുന്ന ഇടമാ. ഇന്ന് രാത്രിയിൽ നിന്റെ കിഴക്കിനെ സ്വത്രം ശത്രു അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഇടമാ. നീ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്, എന്റെ കിഴക്കിനെ നീ തുറക്കണമേ. ഞാൻ ഇന്ന് രാത്രിയിൽ പുതിയ ആരംഭങ്ങളിലേക്ക്, പുതിയ ശുശ്രൂഷകളിലേക്ക്, പുതിയ സ്വത്രം പ്രവർത്തനങ്ങളിലേക്ക്, പുതിയ ആരംഭങ്ങളിലേക്ക് കുതിച്ചു പായുവാൻ കിഴക്കിനെ ദൈവം തുറന്നു തരുവാൻ ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോ കിഴക്കിന് പ്രത്യേകതയുണ്ട്. പടിഞ്ഞാറിനോ? പടിഞ്ഞാറിന്റെ പ്രത്യേകത സൂര്യൻ അസ്തമിക്കുന്ന ഇടമാ. ഹല്ലേലൂയ. ഒരു കാലഘട്ടം അവസാനിക്കുന്ന ഇടം. നീ ചില നാളുകളായി, വർഷങ്ങളായി സ്വത്രം ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരങ്ങളെ ദൈവം സ്വത്രം കാലചക്രങ്ങളിൽ സ്വത്രം ഹല്ലേലൂയ സൂര്യൻ അസ്തമിപ്പിക്കുന്നത് പോലെ, സൂര്യൻ മറയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നീ ചുമക്കുന്ന ചില ഭാരങ്ങൾ അവസാനിക്കുന്ന ഇടമാ പടിഞ്ഞാറ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാനൊന്ന് തയ്യാറാകെ. കാലങ്ങളായി ജനിച്ച നാൾ മുതൽ നീ ചുമക്കുന്ന ഭാരങ്ങളുണ്ട്. നീ ചുറ്റുപാടുകളിൽ നിന്ന് നേടിയെടുത്ത ചില ഭാരങ്ങൾ, നിന്റെ തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഭാരങ്ങൾ, സ്വത്രം നീ പ്രതീക്ഷിക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് സ്വത്രം കേറി വന്ന ചില കഷ്ടതയുടെ അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം പറയാ, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ചില കാലഘട്ടങ്ങളെ ദൈവം അവസാനിപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. വിശ്വസിക്കാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാണ്? നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചിട്ടും മാറാതെ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇടപെടുന്ന സ്ഥലമാ പടിഞ്ഞാറ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. വടക്കാണെങ്കിലോ സ്തോത്രം, വടക്കിനൊരു പ്രത്യേകതയുണ്ട്. വേദപുസ്തകത്തിൽ യെരമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, യുദ്ധങ്ങളും ആക്രമണങ്ങളും വരുന്ന ദിശ വടക്ക് എന്ന് വേദപുസ്തകത്തിൽ കാണുന്നു. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ സാത്താൻ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ദൈവത്തിന്റെ മുമ്പിൽ സ്വത്രം ഹല്ലേലൂയ കൂടാരമടിക്കുവാൻ, അവനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ, ദൈവത്തിന് സ്വത്രം ഹല്ലേലൂയ സ്വത്രം എതിരായി പ്രവർത്തിക്കുവാൻ എടുത്ത സ്ഥലമാ വടക്ക്. അവിടെ ചില അധികാരങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം വടക്കിന്റെ അധികാരങ്ങൾ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പ്രവാചക പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, വടക്കിനോട് ഞാൻ തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കും. നിന്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും വടക്കിന്റെ അധികാരങ്ങൾ തടുത്തു വെക്കുന്ന മേഖലകളെ ഈ ദിവസങ്ങൾ അധികാരത്തോടുകൂടി അതിനോട് പൊരുതുവാൻ, അതിനെ കൈവശമാക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നിങ്ങളുടെ കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ ഒന്ന് സ്തുതിക്കാമോ? നിന്റെ നന്മകളെ തടുക്കുന്ന വടക്കിന്റെ അധികാരങ്ങളെ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിൽ നീ ശാസിക്ക്. ദൈവം തന്നിരിക്കുന്ന അധികാരം നീ ഉപയോഗിക്കപ്പെടുവാൻ ഈ ദിവസങ്ങൾ തയ്യാറാകണം. സ്വത്രം ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് സ്വത്രം ശത്രുവിനോട് തോറ്റ് പോരാടി സ്വത്രം പരാജയപ്പെട്ട് വീടിനകത്ത് ഒതുങ്ങുവാൻ വേണ്ടിയുള്ളതല്ല. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിൽ നിന്റെ അധികാരം ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയാം, വടക്കിനോട് എന്റെ ദൈവം കൽപ്പിക്കും, തടുത്തു വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വടക്ക് തടുക്കും. നിന്റെ ജീവിതത്തിലെ നന്മകളെ തടുക്കുന്ന വടക്കിന്റെ അധികാരങ്ങളെ തിരിച്ചറിയണം. ജഡരക്തങ്ങളോടല്ല നിന്റെ പോരാട്ടം. നീ പോരാടേണ്ടത് സ്വത്രം വാഴ്ചകളോടും അധികാരങ്ങളോടും കൂടിയാ. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയ. ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ല നിന്റെ ശത്രുക്കളെന്ന് തിരിച്ചറിയാൻ തയ്യാറാകും. മരുമക്കളല്ല. നിന്റെ ആത്മീയ ജീവിതം നശിപ്പിക്കരുത് സ്വത്രം നീ തന്നെയാണ്. നിന്റെ ആത്മീയ നിലവാരത്തെ സ്വത്രം തളർത്തിക്കളയുന്നത് നീയാണ്. തിരിച്ചറിയുന്നില്ല നിന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രിയിലെങ്കിലും തയ്യാറായാൽ സ്വത്രം എന്റെ ദൈവം പറയാ, വടക്കിന്റെ അധികാരങ്ങളെ ഞാൻ നിയന്ത്രിക്കും. നിന്റെ പേരുള്ള തടസ്സങ്ങളെ മാറ്റി വടക്കിനെ ഞാൻ തുറക്കും.
ഹല്ലേലൂയ. തെക്കിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. നാലാമത്തെ ദിശയായ തെക്ക്. സ്വത്രം. തെക്കിനൊരു പ്രത്യേകത ഉണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126:4 പറയുന്നു, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. തെക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയത്, സ്വത്രം, കൈവിട്ടു പോയത്. സ്വത്രം, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലർക്ക് സ്വത്രം കാലഘട്ടത്തിന്റെ നടുവിൽ 24-ലും 25-ലും ചില നാളുകൾക്ക് മുമ്പേയും നിന്റെ കൈവശത്തിൽ നിന്നും പോയതിനെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്വത്രം, തെക്കിനെ ദൈവം തുറന്നാൽ ചില നഷ്ടങ്ങളെ മടക്കി കൊണ്ടുവരും. സ്വത്രം, തലമുറകൾ കൈവിടപ്പെട്ടു പോയോ, ദൈവഭാഗത്തില്ലയോ, ഭാരപ്പെടേണ്ട, മടക്കി കൊണ്ടുവരുന്ന ദിക്കുകളെ ദൈവം തുറക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകളും ദൈവം മടക്കി തന്ന് ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ നിന്റെ മേൽ പകർന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. തെക്കിനെ ദൈവം തുറക്കും. തെക്ക് തുറക്കും. സ്വത്രം. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് ദിക്കുകൾക്ക് പ്രത്യേകതയുണ്ട്, ദിക്കുകൾക്ക് അധികാരങ്ങളുണ്ട്. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, 4 ദിക്കുകളെ നിയന്ത്രിക്കുന്നവർ നമ്മുടെ കർത്താവാ. സ്വത്രം. 4 ദിക്കുകളെ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവാ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാകുക. സ്വത്രം. ഹല്ലേലൂയ. വീട്ടിനകത്ത് രാത്രി കിടന്നിറങ്ങുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ശബ്ദമുണ്ടാക്കുമ്പോൾ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ പിശാചുണ്ട്. സ്വത്രം. ഇവിടെ ആരോ മന്ത്രവാദം ചെയ്തിരിക്കുന്നു. ഭാരപ്പെടണ്ട. സ്വത്രം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് വാഗ്ദത്ത വചനം പകൽ മാത്രം പറഞ്ഞാൽ പോരാ, രാത്രിയിലും പറയുവാൻ നിന്നിൽ അധികാരമുണ്ടായിരിക്കണം. നിന്റെ വീടിനകത്ത് പറയുവാൻ നീ അധികാരമുള്ളവളായി മാറണം. നോക്കിയേ, വേദപുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. റാഹേലും സ്വത്രം ലേയയിലൂടെ സ്വത്രം യാക്കോബിന് 12 മക്കളുണ്ടായി. 12 അല്ല, 13 മക്കളുണ്ടായി. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ നോക്കിയേ, ലേയ എന്ന സ്വത്രം സഹോദരിയെ എടുത്തു കഴിഞ്ഞാൽ ലേയയിൽ നിന്ന് ജനിച്ച 4ാമത്തെ മകനാണ് യഹൂദ. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. ഈ യാക്കോബ് വലിയ പ്രതീക്ഷ വെച്ചിരുന്നത് ജോസഫില. സ്വത്രം. നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ ജോസഫിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് സഹോദരന്മാർ അവനെ വെറുത്തത്. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ ജോസഫ് യാക്കോബിന് ശേഷം ഈ 12 ഗോത്രങ്ങളെയും കാലഘട്ടത്തിലേക്ക് ചലിപ്പിക്കുവാൻ ദൈവം വച്ചിരുന്ന ഒരു സ്വത്രം, ഹല്ലിയ, സ്വത്രം ഗോത്രമായിരുന്നു. സ്വത്രം. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അടുത്ത് യാക്കോബിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവനായിരുന്നു ജോസഫ്. എന്നാൽ സ്വത്രം, ഹല്ലേലൂയ, യാക്കോബിന്റെ ദർശന ദൃഷ്ടിയിൽ പോലും പെടാതെ തൻ്റെ 12 ആൺമക്കളിൽ ഒരുവൻ സ്വത്രം ഒരു നിധിയായി കിടക്കുന്ന കാര്യം യാക്കോബിന് തിരിച്ചറിഞ്ഞത് ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായത്തിൽ മക്കളെ വിളിച്ചരികിൽ വിളിച്ചിട്ട് സ്വത്രം, ഹല്ലേലൂയ, അവരുടെ ഭാവിയെക്കുറിച്ചും അവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചും സ്വത്രം, ഹല്ലേലൂയ, ഓരോരുത്തരായി മുന്നോട്ട് വിളിച്ച് യാക്കോബ് അനുഗ്രഹിക്കുന്ന ഭാഗം കാണാം. നോക്കിയേ, സ്വത്രം, മറ്റെല്ലാവരെയും 2-3 വാക്യങ്ങളിൽ ഒതുക്കുമ്പോൾ സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം 4-5 വാക്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന യഹൂദയെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ കണ്ണ് തള്ളി കാണും. സ്വത്രം. ഹല്ലേലൂയ. യാക്കോബ് സ്നേഹിച്ചിട്ട് പോലുമില്ല യഹൂദയെ. സ്വത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഹല്ലേലൂയ. ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും സ്വത്രം, സ്വർഗം നിന്നെ പരിഗണിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നോക്കിയേ, യഹൂദയെ വിളിച്ചിട്ട് സഹോദരന്മാർ നിന്നെ എന്ത് ചെയ്യും? പുകഴ്ത്തും. സ്വത്രം. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദയെ, നീ ഒരു ബാലസിംഹ മകനെ, നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. ഇങ്ങനെ വാഗ്ദത്ത വചനങ്ങൾ 8 മുതൽ സ്വത്രം, ഹല്ലേലൂയ, 12 വരെയുള്ള വാക്യങ്ങൾ, 8, 9, 10, 11, 12 വാക്യങ്ങൾ യാക്കോബ് ഞെട്ടിക്കാണ്. സ്വത്രം. ഇങ്ങനെ ഒരു നിധി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തുമെങ്കിൽ, നിന്നെ ആരെങ്കിലും അവഗണിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലരെ മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ദൂത് കൈമാറാ. സ്വത്രം. യഹൂദയെ കുറിച്ച് യാക്കോബിന് വലിയ കാഴ്ചപ്പാടില്ലായിരുന്നു. എന്നാൽ ഒടുവിൽ ദൈവത്തിന്റെ ദൂത് അവന്റെ മേൽ വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, ജോസഫ് അടുത്ത കാലഘട്ടം വരെയുള്ളൂ, യഹൂദ അങ്ങനെയല്ല. നസറയനായ യേശുവിന്റെ വരവ്, വീണ്ടും വരവ് വരെ സ്വത്രം തുടർന്ന് കിടക്കുന്ന യഹൂദയുടെ മേലുള്ള വാഗ്ദത്തം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവത്തിന് മാത്രമേ അറിയാവൂ. സ്വത്രം. അത് തിരിച്ചറിയാൻ ഇന്ന് രാത്രിയിൽ ഒന്ന് തയ്യാറാകണം. സ്വത്രം. ലേയ ഒറ്റപ്പെട്ടത് കൊണ്ടാ
ലേയെ പരിഗണിക്കാത്തത് കൊണ്ട്, ലേയെ മാറ്റി നിർത്തിയത് കൊണ്ട് ദൈവം ലേയയിലൂടെ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ നിത്യത വരെ കണക്ട് ചെയ്യുന്ന ഒരു ഗോത്രത്തെ അവളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ സ്വത്രം ഹല്ലേലൂയ നിനക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ പല പാസ്റ്റർമാർക്കും വിശ്വാസികളെ കുറിച്ച് ഒന്നും പിടുത്തമില്ല. ഇതിനകത്തിരിക്കുന്നത് ആരെന്ന് സ്വത്രം അറിയാത്തവരുണ്ട്. സ്വത്രം സഭയിൽ വരുന്ന വിശ്വാസികളെ കുറിച്ച് പലപ്പോഴും പാസ്റ്റർമാർക്ക് പോലും പിടുത്തമില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്വത്രം സ്വർഗം ചിലരെ സ്വത്രം 26 പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയാം. ചിലരെ പുറത്തു കൊണ്ടുവര അകത്ത് തീയും കരുതി അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടി എനിക്കൊന്ന് പുറത്തു വരണം, എനിക്കൊന്ന് ഉപയോഗിക്കപ്പെടണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആത്മവീര്യത്തോടു കൂടി ഇരിക്കുന്ന ചിലതിനെ ദൈവം 26 പുറത്തിറക്കുമെന്ന് ഞാൻ ആത്മനിറവിൽ കൈമാറുകയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ആരുടെയും കണ്ണിൽ പെടാതെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് 26ന്റെ ഉണർവിലേക്ക്. ദേശങ്ങളിൽ രാജ്യങ്ങളെ ദൈവം ഉപയോഗിക്കാൻ കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. തലമുറയെ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുമക്കളെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്റെ അപ്പനമ്മമാർക്ക് പോലും തിരിച്ചറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന ദൈവിക ദർശനങ്ങൾ തടഞ്ഞു വെക്കാൻ ഒരു സംഘടനകൾക്കോ ഒരു നേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കേട്ടപ്പോൾ യാക്കോബ് സ്വത്രം ഹല്ലേലൂയ അതിശയിച്ചു. സ്വത്രം ഹല്ലേലൂയ. ജോസഫ് അടുത്ത കാലഘട്ടത്തിൽ ഈ ജനതയെ ഒന്ന് മൂവിയേക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗോത്രമാണ്. എന്നാൽ യഹൂദ അങ്ങനെയല്ല. ഹല്ലേലൂയ. ഈ യഹൂദയെ നോക്കിയേ കേട്ട ദൂതുകൾ ശക്തമാണ്. ആ യഹൂദയെ വീഴ്ത്താൻ കാലഘട്ടങ്ങളിൽ പിശാച് എത്ര തടങ്ങൾ വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോസഫിന് സ്വത്രം സഹോദരന്മാരുള്ള പ്രതിസന്ധിയെ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോത്തിഫറിന്റെ ഭവനത്തിൽ. ഹല്ലേലൂയ സ്വത്രം. എന്നാൽ സ്വത്രം ഹല്ലേലൂയ യഹൂദയ്ക്ക് അങ്ങനെയല്ലായിരുന്നു. യഹൂദയെ വഴിയിൽ തടയാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കി. കാര്യം അവൻ്റെ വാഗ്ദത്തം സ്വത്രം ഹല്ലേലൂയ നിത്യതയുമായി കണക്ട് ചെയ്ത ഒരു വാഗ്ദത്തമായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് നിത്യതയുമായി കണക്ട് ചെയ്ത വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ സ്വത്രം നീ സൂക്ഷിക്കണം. നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ ശത്രു ശക്തമാക്കും. സ്വത്രം ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും നിനക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും സാധ്യമാക്കാൻ ഭാരപ്പെടരുത്. നീ അപ്പോൾ പറയണം, എൻ്റെ വാഗ്ദത്തം നിത്യതയുമായി ബന്ധമുള്ളതാ. അതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ശത്രു ഇത്രമാത്രം പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ വീണു പോകുവാൻ അനുവദിക്കത്തില്ല, ഞാൻ തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. നോക്കിയേ, യഹൂദ വാഗ്ദത്തമുള്ളവനായിരുന്നത് കൊണ്ട് മരുഭൂമിയിൽ അവനെ വീഴ്ത്താൻ പിശാച് പദ്ധതികൾ ഒരുക്കി. നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വത്രം ഹല്ലേലൂയ വഴിയോരത്തിൽ യഹൂദയെ സാത്താൻ നോട്ടമിട്ടതിൻ്റെ ഉത്തമമായ തെളിവാണ്. സ്വത്രം ഹല്ലേലൂയ കൂടാരത്തിനകത്ത് സ്വത്രം ഹല്ലേലൂയ ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ചിലതിനെ കുഴിച്ചിടുവാൻ യഹൂദ മുന്നോട്ട് വന്നപ്പോൾ സഹോദരന്മാരുടെ മുമ്പിൽ അവൻ തലകുനിക്കുവാൻ കാരണമായി തീർന്നത്. ഇന്ന് രാത്രി നീ പലയിടങ്ങളിൽ തലകുനിച്ച് നിൽക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്ക്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി പദ്ധതികളെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുകയാ. സ്വത്രം കുത്തൊഴുക്കിനോടൊപ്പം സഞ്ചരിക്കാതെ, പാപത്തിനോടൊപ്പം സഞ്ചരിക്കാതെ, സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആത്മീയരെന്ന് പറഞ്ഞ് സ്വത്രം കപട വിശ്വാസികളുടെ ജീവിത ശൈലികൾ പിൻചെറ്റാതെ, സ്വത്രം കൂടെ നടക്കാതെ, ആത്മാവിന്റെ നിറവിൽ ചിലതിനെ തിരിച്ച് വിവേചിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ചിലരോട്, ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. സ്വത്രം ഹല്ലേലൂയ. പാപത്തിന്റെ കുത്തൊഴുക്കുകളിലൂടെ ഓടി ആത്മീയരെന്ന ലേബൽ കാണിച്ച് കപട വിശ്വാസികളുടെ കൂടെ നിന്റെ ബന്ധം സ്ഥാപിക്കാതെ, ആത്മനിറവിൽ ചിലതിനെ വിവേചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിന് ചലിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. എത്ര പാപം ചെയ്താലും ചില ഉപദേശിമാർക്ക് പോലും പാപത്തെക്കുറിച്ച് ബോധ്യമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മീറ്റിങ്ങിൽ വരുന്ന ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാ. ഒരു രാജ്യത്തിലിരിക്കുന്ന പാസ്റ്റർ സ്വത്രം ആ സഭയിലെ വിശ്വാസിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യ്, നീ എന്നോട് താമസിക്കുക. സ്വത്രം ഈ ആത്മീയ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ കപട പാസ്റ്റർമാരുടെ ഇടയിൽ അത് ജീവിക്കുന്നത്. നിന്റെ ആത്മീയ നിലവാരങ്ങളെ പടുത്തുയർത്തുവാൻ ഈ ദിവസങ്ങൾ തയ്യാറാകണം. സ്വത്രം വിട്ടുവീഴ്ചയില്ലാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്നെ അധികാരത്തോടെ, നിന്നെ അഭിഷേകത്തോടെ
അഭിഷേകത്തോടെ 26-ന്റെ നെറുകയിൽ എൻ്റെ ദൈവം കൊണ്ടുവരുന്ന സുദിനമാ. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, സ്വത്രം, ആർക്കും അഭിഷേകമുള്ളവനെ, അധികാരത്തിന്റെ ശുശ്രൂഷയുള്ളവനെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരന്തരീക്ഷം ഈ ഭൂമിയിൽ ദൈവം ക്രമീകരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പോടെ അടിവരയിട്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദയെ തടയാൻ നോക്കി, പക്ഷേ യഹൂദയെ സ്വത്രം വീഴ്ത്തി. ഹല്ലേലൂയ, സ്വത്രം. ദൈവമക്കളെ, ശുശ്രൂഷ ഉള്ളവനെ വീഴ്ത്താൻ പിശാച് പല പദ്ധതി ഒരുക്കും. സ്വത്രം, ഹല്ലേലൂയ. ചിലരെ ഇളക്കിക്കൊണ്ട് വരും. സ്വത്രം, ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത്, സ്വത്രം, ഹല്ലേലൂയ, ഞാൻ പെട്ടുപോയി പാസ്റ്ററേ. സ്വത്രം, ഹല്ലേലൂയ. നീ പെട്ടുപോയതല്ല, നീ വീഴുമെന്ന് നിനക്കറിയാമായിരുന്നു, നീ മനഃപൂർവ്വം ചെന്ന് വീണതാ. സ്വത്രം, ഹല്ലേലൂയ. സ്വത്രം. ചില ബന്ധങ്ങളിലേക്കും ചില അവിഹിതങ്ങളിലേക്കും ചിലതൊക്കെ ചെന്ന് ചാടുന്നത്, സ്വത്രം, ചില പാസ്റ്റർമാരും വിശ്വാസികളും പോയി ചാടുന്നത് മനഃപൂർവ്വമാ. സ്വത്രം, നിന്നെക്കുറിച്ച് നിനക്ക് വെളിപ്പാടില്ലാത്തത് കൊണ്ടാ, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാ. സ്വത്രം, നീ പലപ്പോഴും മനഃപൂർവ്വമായി പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ അറിഞ്ഞിട്ടും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വ്യക്തത ഉണ്ടായിരുന്നിട്ട് പോലും നീ മനഃപൂർവ്വമായി പലപ്പോഴും ചില പാപത്തിലേക്ക് വഴുതി വീഴുന്നതാ. എന്നാൽ ഇന്ന് രാത്രിയിൽ യഹൂദയെ, നീ മടങ്ങി വാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണെന്ന് തിരിച്ചറിയാനെങ്കിലും ഇന്ന് രാത്രിയിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി, ഓ സ്വത്രം, ദൈവിക ദൂത് ഞാൻ കൈമാറുകയാ. ഹല്ലേലൂയ. സഹോദരന്മാരുടെ മുമ്പിൽ യഹൂദ തല താഴ്ത്തി. സ്വത്രം, ഹല്ലേലൂയ. അതൊരു ഒന്നൊന്നര തലതാഴ്ത്തലായിരുന്നു. സ്വത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിന്റെ സഹോദരന്മാർ നിന്നെ വണങ്ങുമെന്ന. പക്ഷേ നേരെ തിരിച്ചായി. സ്വത്രം, ദൂത് മാറി. സ്വത്രം, ദൂത് മാറിയതല്ല, നിന്റെ വിട്ടുവീഴ്ച കൊണ്ട്, സ്വത്രം, നിന്റെ ബുദ്ധിമോശം കൊണ്ട് നീ സ്വയം ചെന്ന് കുഴിയിൽ ചാടിയതാ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, അഭിഷക്തന്മാരെ, സ്വത്രം, ഹല്ലേലൂയ, നീ അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക് ചെന്ന് വീഴരുത്. സ്വത്രം, ഇത് അന്ത്യകാലമാ. വിശുദ്ധന്മാരെ പോലും വീഴ്ത്തുന്ന നിലവാരത്തിൽ, അഭിഷക്തന്മാരെ പോലും തള്ളിയിടുന്ന നിലവാരത്തിൽ ശത്രു തന്ത്രപൂർവ്വം നമ്മുടെ ഇടയിലേക്ക് കയറി വരും. സ്വത്രം, വിശ്വാസി എന്ന് ചമഞ്ഞ് വലിയ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വത്രം നിന്റെ അരികിലേക്ക് ഓടി വരും. സൂക്ഷിച്ച് ചിലതിനെ കൈകാര്യം ചെയ്യുവാൻ അഭിഷക്തന്മാരോടും ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുകയാ. സ്വത്രം, പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. സ്വത്രം, ഹല്ലേലൂയ. വീണതിന് ശേഷം സ്വത്രം ആഘോഷിക്കാൻ ഒരു കൂട്ടം ജനം നിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ലോകരല്ല, ആത്മീയര് തന്നെ നിന്നെ പരിഹസിക്കും, ആത്മീയര് തന്നെ നിന്നെ തള്ളിക്കളയും, ആത്മീയ ലോകം തന്നെ. സ്വത്രം, ഹല്ലേലൂയ. സ്വത്രം, കൊടും പാപത്തിലൂടെ ഒഴുകുന്നവൻ വരെ നിന്റെ ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിൽ പരത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കുറിച്ച് പറയും. സ്വത്രം, വലിയ വീഴ്ചയിലൂടെ പോകുന്നവരും നിന്നെക്കുറിച്ച് ആഘോഷിക്കും. സ്വത്രം, അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. നോക്കിയേ, യഹൂദ പേരുക. സ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി യഹൂദയെ വലുതായിരുന്നു. ആ യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തത് ദാവീദ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വടിയ, അത് അധികാരത്തിൻ്റെ വടിയ. സ്വത്രം, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം, ഹല്ലേലൂയ. നോക്കിയേ, കൈവിടപ്പെട്ടു പോയ വടിയെ, സ്വത്രം, കൈവിട്ടുപോയ വടിയെ, അധികാരത്തിൻ്റെ വടിയെ, സ്വത്രം, ദാവീദ് കൈവശമാക്കി. ഇന്ന് രാത്രിയിൽ നിന്റെ കൈമോശം കൊണ്ട്, നിന്റെ ബുദ്ധിമോശം കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ അധികാരത്തിൻ്റെ വടിയെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുകയാ. പരിശുദ്ധാത്മാവ് നിന്നോട് കൽപ്പിക്കുക, നിന്റെ കൈവശം നഷ്ടപ്പെട്ടു പോയ ആ അധികാരത്തിൻ്റെ വടിയെ തിരിച്ചു പിടിക്കുവാൻ ദൈവം ഇന്ന് രാത്രിയിൽ ദൂത് പറയുകയാ. നോക്കിയ, ഗോലിയാത്തിനെ കൊല്ലുവാൻ സ്വത്രം ദാവീദ് തോട്ടിൽ നിന്ന് കല്ല് പറക്കുമ്പോൾ എന്തിനാ വടി? ഹല്ലേലൂയ. കല്ല് പറക്കാനായിട്ട് എന്തിനാ വടി? വയസ്സായ ഒരു അപ്പച്ചനാണോ ദാവീദ്? ബാല്യമാ. സ്വത്രം, അത് ഇടയന്റെ കയ്യിലിരിക്കുന്ന വടിയാ. സ്വത്രം, ദൈവം ചിലരെ സ്വത്രം ഇടയ ശുശ്രൂഷകന്മാരായി കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു രീതി, ബൈബിൾ കോളേജ് പഠിച്ചാൽ നേരെ അങ്ങ് കൺവെൻഷൻ സ്റ്റേജിൽ പോവുക. സ്വത്രം, ഞാനും ദീർഘനാളുകളിൽ ദൈവദാസന്മാരുടെ അസിസ്റ്റൻ്റായിട്ട് നിന്നവനാ. സ്വത്രം, ഹല്ലേലൂയ. സ്വത്രം, ദൈവദാസന്മാരിൽ നിന്ന് പഠിക്കാൻ ഇന്നത്തെ തലമുറകൾക്ക് താല്പര്യമില്ല. പിറ്റേ ദിവസം അവർക്ക് കൺവെൻഷനിൽ പ്രസംഗിക്കണം. സ്വത്രം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പാസ്റ്ററായി മാറണം. സ്വത്രം, ഹല്ലേലൂയ. നോക്കിയ, ദാവീദിനെ ദൈവം ആടുകളെ കൂട്ടത്തിട്ട് സ്വത്രം ചില ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്തിട്ടാ സ്വത്രം ദൈവം പടക്കിറക്കിയത്. ഇന്ന് രാത്രിയിൽ സ്വത്രം ചിലതൊക്കെ പഠിക്കണം. അഭിഷക്തന്മാരും ആ ദീർഘനാളുകൾ ദൈവത്തിൻ്റെ വേല ചെയ്തവരും നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ അനുഭവങ്ങൾ പങ്കെടുക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചില ബൈബിൾ
ബൈബിൾ കോളേജിലൊക്കെ സ്വത്രം ശുശ്രൂഷിക്കാനൊക്കെ പോകുമ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, സ്വത്രം വീണവരെ കുറിച്ചും നീ പഠിക്കണം, പരാജയപ്പെട്ടവനെ കുറിച്ചും പഠിക്കണം, സ്വത്രം വിജയിച്ചവരെ കുറിച്ചും പഠിക്കണം, സ്വത്രം. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ശുശ്രൂഷകളെ കുറിച്ച് പഠിക്കണം. ആ നിലവാരത്തിൽ കയറി വരാൻ ഇടയായാൽ സ്വത്രം നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല, സ്വത്രം. ഹല്ലേലൂയ. നോക്കിയേ, ദാവീദിന്റെ മുമ്പിൽ ഒരു പരാജയത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ട്. തൻ്റെ ഗോത്രപിതാക്കന്മാർ വഴിയിൽ പരാജയപ്പെട്ട് തലകുനിച്ചിടത്ത് സ്വത്രം ആ അധികാരത്തെ കയ്യിലേന്തി സ്വത്രം ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി മാറാൻ ഒരുവൻ പുറപ്പെടുന്ന ഒരു ഭാഗമാ. തോട്ടിനകത്തിറങ്ങി 5 കല്ലുകൾ പറക്കി സ്വത്രം അവൻ്റെ കൈവശം ഒരു അധികാരത്തിൻ്റെ വടി ഉണ്ടായിരുന്നു. സ്വത്രം വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ സ്വത്രം അധികാരത്തിൻ്റെ വടി ഉപയോഗിച്ച ചില വ്യക്തികളെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മോശയുടെ കയ്യിൽ ദൈവം ഒരു അധികാരത്തിൻ്റെ വടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വടി ഉപയോഗിച്ചിട്ടാണ് ഫറവോന്റെ മുമ്പിൽ അധികാരത്തോടു കൂടി ചില അത്ഭുതങ്ങൾ ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വടി ഉപയോഗിച്ചിട്ടാണ് ചെങ്കടലിനെ 2ആയി വിഭജിച്ചത്. ഇന്ന് രാത്രിയിൽ അധികാരം, ദൈവിക അധികാരം, അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ സ്വത്രം ഹല്ലേലൂയ, നീ ആരുടെയും മുമ്പിൽ അപേക്ഷയുമായി നടക്കേണ്ട ആവശ്യമില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത ഗൂഗിൾ മീറ്റിലേക്ക് പോകും, അടുത്ത സൂം മീറ്റിംഗിലേക്ക് പോകും. ഓടി നടന്ന അപേക്ഷ കൊടുക്കുന്ന അനുഭവങ്ങൾ മാറി ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേ. ഹല്ലേലൂയ. സ്വത്രം എൻ്റെ ദൈവം, സ്വത്രം ഹല്ലേലൂയ, അപേക്ഷകളെല്ലാം കൂട്ടിവെച്ചിട്ട് മന്ത്രിമാർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും കാലത്ത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമല്ല എൻ്റെ ദൈവം. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേ. ആ ദൈവിക അഭിഷേകത്തിലേക്ക് നീ ചുവട് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരം വേഗത്തിൽ നിന്റെ മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ 12 വർഷമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ ദൈവത്തിന്റെ വചനം യേശു കർത്താവ് പ്രസംഗിക്കുന്നത് അവൾ കേട്ടു. ആ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, യേശു സംസാരിക്കുന്ന വർത്തമാനം അവൾ കേട്ടു, യേശുവിന്റെ ശബ്ദം കേട്ടു, യേശു പറയുന്ന വചനം കേട്ടു. വചനം കേട്ടപ്പോൾ സ്വത്രം നോക്കിയേ, പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന യേശു സ്വത്രം ഹല്ലേലൂയ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ ജനസമൂഹം വന്ന് യേശുവിനെ ചുറ്റിവളഞ്ഞു. യേശുവിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം സ്വത്രം ആ സമൂഹം മുഴുവനും യേശുവിനെ പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്വത്രം എൻ്റെ ചിന്തയിൽ ഞാൻ പറഞ്ഞ സ്വത്രം ഹല്ലേലൂയ 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ സ്വത്രം അവളുടെ ഹൃദയത്തിനകത്തൂടെ സ്വത്രം നഷ്ടങ്ങളുടെ കണക്കുകൾ സ്വത്രം വാരി വിതറിക്കൊണ്ട് അവൾ ഇരിക്കുമ്പോൾ യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ വചനത്തെ അവിടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ മേൽ ഇറങ്ങി. ഇന്ന് രാത്രി വചനം കേട്ട് കണ്ടാൽ മാത്രം പോരാ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ നീ തയ്യാറായാൽ, ദൈവത്തിന്റെ വചനത്തെ നിന്റെ വീടിനകത്ത് സ്വത്രം ഉറപ്പിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കാലപഴക്കമുള്ള എത്ര പ്രശ്നങ്ങളായിരുന്നാലും എന്റെ ദൈവം സൗഖ്യമാക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. പള്ളിപ്രമാണിയുടെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, പള്ളിപ്രമാണി സ്വത്രം യേശുവിനെ കണ്ടു. സ്വത്രം യേശുവിനെ കണ്ടപ്പോൾ സ്വത്രം യേശുവിന്റെ അരികിൽ പോയിട്ട് തൻ്റെ സ്വത്രം മകൾ സീരിയസ് ആയി വീട്ടിൽ കിടക്കുകയെ, നീ വന്ന് എൻ്റെ വീട്ടിനകത്ത് വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരും. സ്വത്രം ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിൽ പള്ളിപ്രമാണി പറഞ്ഞത്, നീ എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും. എന്നാൽ സ്വത്രം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ യേശു പറയുന്ന ദൈവത്തിന്റെ വചനം സ്വത്രം യേശുവിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ 12 വർഷമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ സ്വത്രം ഹൃദയം കൊണ്ട് തീരുമാനിച്ചപ്പോൾ സ്പോട്ടിൽ ദൈവം അത്ഭുതം ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന അഭിഷക്തന്മാർ പ്രസംഗിക്കുമ്പോൾ, ദൈവദാസിമാർ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നീ സ്വീകരിക്കാൻ തയ്യാറായാൽ, നീ ഇരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് എന്റെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടും. ഓ റബാലബ ശംതര, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നീ ഓടി നടന്നത് അവസാനിപ്പിക്കേ. നടന്ന് തളർന്നില്ലേ? പൈസ കൊടുത്ത് നീ മടുത്തില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവന്റെ വീട്ടിനകത്ത്, തലമുറകൾക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. 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 ഏലിശയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു. സ്വത്രം. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും എടുത്തുകൊണ്ട് പോകുക. നീ ആരെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ വന്ദനം ചെയ്യുന്നവരെ സ്വത്രം പ്രതിവന്ദനവും ചെയ്യരുത്. സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ വടി ഉണ്ടായിരുന്ന ചില ഭക്തന്മാരാ ഏലിശ, മോശ, അഹരോൻ. ഹല്ലേലൂയ.
പിന്നെ ദൈവത്തിന്റെ അധികാരത്തിന്റെ വടി കയ്യിരുന്ന ഒരുവനാ ദാവീദ്. ഇന്ന് രാത്രിയിൽ സ്വത്രം ഹല്ലേലൂയ, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും നിന്നെ പരിഗണിക്കുന്നൊരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വന്തം സഹോദരന്മാർ പോലും വീടിനകത്ത് ശമൂവേൽ എന്ന പ്രവാചകൻ വന്നപ്പോൾ അപ്പനമ്മമാർ പോലും സ്വത്രം ദാവീദിനെ ക്ഷണിച്ചില്ല, സ്വത്രം ഹല്ലേലൂയ പരിഗണിച്ചില്ല, അവനെ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ സ്വർഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുത്തവനായിരുന്നു ദാവീദ്. ഇന്ന് രാത്രിയിൽ ആരും പരിഗണിക്കാതെ പോകട്ടെ, ആരും നിന്നെ വിളിക്കാതെ പോകട്ടെ, ആരും സ്നേഹത്തോടു കൂടി സംസാരിക്കാതെ പോകട്ടെ, ഭാരപ്പെടണ്ട. ദൈവം നിന്നെ പരിഗണിച്ചാൽ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ നീ പുറത്തു വരും ദാവീദേ. സ്വത്രം എത്ര തന്നെ കാലപഴക്കമുള്ള പ്രശ്നങ്ങളായിരുന്നാലും, ഓ സ്വത്രം നീ ഇന്ന തലമുറയിലുള്ളതല്ലേ, നീ യഹൂദ ഗോത്രക്കാരനല്ലേ, നിന്റെ പിതാക്കന്മാർ വഴിയിൽ കാണിച്ചതെല്ലാം ഞങ്ങൾക്കറിയാം. സ്വത്രം നൂറുകണക്കിന് പരാതികൾ നിന്റെ മുമ്പിൽ ഉയർന്നാലും, നിന്റെ കുടുംബത്തെ കുറിച്ചും ചാർച്ചക്കാരെ കുറിച്ച്, നിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും, നീ ജനിച്ച സ്വത്രം വംശത്തെ കുറിച്ചും പരിഹസിച്ചാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ സ്വത്രം കാർമേഘങ്ങൾ പോലും മാറി നിൽക്കും. സ്വത്രം ഒരു യുദ്ധങ്ങൾക്കും യുദ്ധശ്രുതികൾക്ക് ഒരു രാജാക്കന്മാർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. സ്വത്രം ദാവീദ് തന്റെ കയ്യിൽ അധികാരത്തോടു കൂടിയ ആ തോട്ടിൽ നിന്നും 5 മിനിസമുള്ള കല്ലുകൾ പുറത്തെടുത്തത്. ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാ ഒരു ഗോലിയാത്തിനെ കൊല്ലാൻ 5 കല്ലുകൾ? സ്വത്രം ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സ്വത്രം ഹല്ലേലൂയ. എന്തിനാ 5 കല്ലുകൾ? ഒരു കല്ല് പോരെ? ഒരു കല്ല് കൊണ്ടില്ലെങ്കിൽ അടുത്ത നിമിഷം ദാവീദ് മരിക്കും. സ്വത്രം ഗോലിയാത്ത് കൊല്ലും. സ്വത്രം ഹല്ലേലൂയ. ദാവീദ് ആ പ്രതീക്ഷയിലല്ല എടുത്തത്. സ്വത്രം ഇന്ന് രാത്രി ഓർക്കണം. സ്വത്രം ഹല്ലേലൂയ. ദാവീദ് സ്വത്രം ഗോലിയാത്തിനെ ഒറ്റക്കല്ല് കൊണ്ട് തോപ്പിച്ചിട്ടും 4 കല്ലുകൾ അവൻ്റെ കീശ സഞ്ചിയിലുണ്ടായിരുന്നു. സ്വത്രം എന്തിനെന്നറിയാമോ? വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ, തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സ്വത്രം ഗോലിയാത്തിന്റെ പരമ്പരയിൽ 4 പേർക്ക് വേണ്ടി സ്വത്രം ഹല്ലേലൂയ ദൈവം കരുതി വെച്ചതാ. സ്വത്രം പിന്നീടുള്ള പുസ്തകങ്ങളിൽ നാം വായിക്കുമ്പോൾ ഗോലിയാത്തിന്റെ പരമ്പരയിൽ 4 എണ്ണത്തിനെ സ്വത്രം ഹല്ലേലൂയ ദാവീദും തൻ്റെ സംഘവും ചേർന്ന് സ്വത്രം കൊല്ലുന്ന കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ദൈവം ഒന്നും അറിയാതെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാക്. ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ദൈവിക അധികാരം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, കാലഘട്ടത്തിൽ നിന്റെ തലമുറകൾ ഉപയോഗിക്കേണ്ട പദ്ധതികളെ കുറിച്ചും ദൈവം വെളിപ്പെടുത്ത്. സ്വത്രം ചുറ്റുപാടിൽ നിന്ന് സഹോദരന്മാർ പറഞ്ഞു, സ്വത്രം നീ എന്തിനാ ഈ യുദ്ധക്കളത്തിലേക്ക് വന്നത്? സ്വത്രം ഹല്ലേലൂയ. സ്വത്ര മാറ്റി നിർത്തുവാൻ യുദ്ധക്കളത്തിൽ പോലും സ്വത്രം സഹോദരന്മാർ മുന്നോട്ട് വന്നപ്പോൾ സ്വത്രം മാറി നിൽക്കാതെ ദൈവത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ ദാവീദ് തയ്യാറായതുപോലെ ഈ പാൻഡമിക് സിറ്റുവേഷനിലും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ചലിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം ദൈവത്തിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ, ആരുടെയും മുഖം നോക്കി, ആരുടെയും സാഹചര്യങ്ങൾ നോക്കി, ആരുടെയും സ്വത്രം അനുകൂലമായ നീക്കങ്ങളെ നോക്കി നീ നിൽക്കാതെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീങ്ങുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാ, പുറപ്പെട്ടു പോകുവാൻ തയ്യാറാകെ. ഹല്ലേലൂയ. വടി അധികാരത്തിൻ്റെത്. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്. അഭിഷക്തമാരെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരത്തെ നീ കൈവിടരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നീ വിട്ടിട്ട് ഓടരുത്. സ്വത്രം പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവം തന്ന അധികാരത്തിന്റെ ശുശ്രൂഷകളെ വിട്ടിട്ട് സ്വത്രം നീ ഓടി ഒതുങ്ങരുത്, മാറി നിൽക്കരുത്. ഇന്ന് രാത്രിയിൽ ദാവീദിനെ പോലെ അധികാരത്തെ കയ്യിലെടുക്കാൻ ഒന്ന് തയ്യാറാക്. ദൈവത്തിന്റെ അധികാരത്തെ ഇന്ന് രാത്രി എടുക്കുവാൻ എന്നോടൊപ്പം എത്ര പേർ തയ്യാറാണ്? നിന്റെ വീടിനകത്ത് സ്വത്രം ആ അധികാരത്തിൽ എടുക്ക്. നിന്റെ വീടിനകത്ത് ആ അധികാരം എടുക്ക്. സഹോദരിമാരെ, അമ്മമാരെ, അച്ചായമാരെ, ഇന്ന് രാത്രിയിൽ നിന്റെ വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയ അധികാരത്തെ വീണ്ടെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ ഒന്ന് തയ്യാറാക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് സംസാരിക്കാൻ അനുവാദമില്ല. നിന്റെ വീടിനകത്ത് അഭിപ്രായം പറയാൻ അനുവാദമില്ല. നിന്റെ വീടിനകത്ത് സ്വത്രം തീരുമാനമെടുക്കാൻ അനുവാദമില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം പറയുക, നീ അധികാരമെടുക്കാൻ തയ്യാറാകെ. നിന്റെ മേൽ ഉള്ള ശുശ്രൂഷയെ പുറത്തെടുക്കാൻ തയ്യാറാകെ. നീ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകണം. നിന്റെ വീടിനകത്ത് നീ പറയുന്നതേ സംഭവിക്കാവൂ. അഭിഷേകമുള്ളവൻ പറയും, അത് സംഭവിക്കും. വീടിനകത്ത് അഭിഷേകമുള്ളവർ പറയും, അത് സഭയിൽ സംഭവിക്കും.
ഇന്നും നിന്റെ വാക്കിന് വിലയില്ലെങ്കിൽ കാര്യം നിന്റെ അധികാരം നീ എവിടെയോ കുഴിച്ചിട്ടിരിക്കുക. നിന്റെ അധികാരം നീ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ദാവീദിനെ പോലെ അധികാരത്തോട് എഴുന്നേൽക്ക്. സ്വത്രം ഹല്ലേലൂയ. ദാവീദ് ഒറ്റ കല്ലുകൊണ്ട് പെലസ്ത്യനെ താഴെ വീടിച്ചു. സ്വത്രം 4 കല്ല് വീണ്ടും അവന്റെ കീശയിൽ ഇരുന്നത്. സ്വത്രം അടുത്തും ഈ പെലസ്ത്യന്റെ സാന്നിധ്യം എന്റെ വീടിനകത്ത് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്, എന്റെ രാജ്യത്തിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ശത്രുവിനെ പരാജയപ്പെടുത്തുന്നത് സ്വത്രം നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ശത്രുവിനോട് പോരാട്ടമുണ്ട്. അത് ഇന്നും നാളെയും തീരുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും യുദ്ധസന്നദ്ധമായി നീ എപ്പോഴും മുന്നിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുക. അഭിഷക്തന്മാരെ, സ്വത്രം പ്രതികൂലം തീർന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ട. എല്ലാ കാലഘട്ടത്തിലും പ്രതികൂലമുണ്ട്. ആ പ്രതികൂലത്തിന്റെ നടുവിൽ യുദ്ധ പോരാളിയായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാനാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. യുദ്ധം തീർന്നിട്ടൊരു ശാന്തത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നീ യുദ്ധം ജയിക്കുന്നവനായി മാറണം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാമോ? ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ചില വടിയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന്റെ അധികാരത്തിന്റെ വടി കയ്യിലുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. സ്വത്രം എല്ലാവരും കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാട്ടെ. അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചാട്ടെ. സ്വത്രം ഹല്ലേലൂയ. മുൻവിധികളെ മാറ്റി ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നിന്നെ ചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ വീടിനകത്ത് സ്വത്രം നിന്റെ ചുറ്റുപാടുകൾക്ക് സ്വത്രം എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്ന് ഭാരത്തോടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഭാവി എന്തായി തീരും? ലേയ ചിന്തിച്ചത് ഇങ്ങനെയാ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ എനിക്കൊരു സ്നേഹവുമില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല, സ്വത്രം എന്നെ കരുതുന്നില്ല, എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, എന്റെ പക്ഷത്ത് നിൽക്കുന്നില്ല. ഭാരപ്പെടണ്ട. നിന്നിലൂടെ പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ, നിന്റെ തലമുറകളോട് വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ കണ്ടുകൊണ്ട് ആത്മനിറവിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. തുറക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം ഹല്ലേലൂയ. സമയം വേഗത്തിൽ കടന്നു പോകുക. സ്വത്രം ഹല്ലേലൂയ. ഇത് കഴിഞ്ഞാൽ എന്റെ ചർച്ചിലെ മീറ്റിംഗ്. സ്വത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എന്റെ സമയം ഇതിന്റെ മുമ്പിൽ സ്വത്രം വേഗത്തിൽ തീരുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. അഭിഷക്തന്മാരെ, സ്വത്രം ഇത് വെറുതെയല്ല. ഈ കൂട്ടായ്മയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ചില അധികാരം ശുശ്രൂഷയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. പുറത്തു വാ. നീ ഒതുങ്ങിയിരിക്കരുത്. നിന്റെ മേലുള്ള ദൈവികത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ. അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ അഭിഷേകത്തോടെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവകാശമുള്ളവൻ വരുമ്പോൾ ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ ഞാൻ പറയാ, സ്വത്രം യഹൂദ, സ്വത്രം ചരിത്രമാ. ഇന്ന് രാത്രിയിൽ ദൈവസഭയെ നീ ചരിത്രമാ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇത് അന്ത്യകാലമാ. യേശു മടങ്ങി വരാൻ പോകുക. യുദ്ധശ്രുതികൾ നമ്മെ വിളിച്ചു പറയുന്നത് എന്റെ പ്രിയൻ വാതിൽക്കല. സ്വത്രം അവൻ മടങ്ങി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ തലമുറയിൽ, ഈ തലമുറയിൽ യേശു വരും. യേശു മടങ്ങി വരും. സ്വത്രം ഹല്ലേലൂയ. യേശു മടങ്ങി വരാനായി. അവന്റെ കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കേ. അത് കേൾക്കാതെ പോകരുത്. അവന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാതെ പോയാൽ ഈ ഭൂമിയിൽ നീ എന്തു ചെയ്തതും വെറും പാഴും ശൂന്യമാ. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേ. പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ, ദൈവനാമത്തിന് കൊടുത്തത് കൊണ്ടോ ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങിയില്ല എങ്കിൽ ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടില്ല എങ്കിൽ നീ ഇവിടെ ചെയ്തതെല്ലാം വെറുതെയാ. നീ പ്രാർത്ഥിച്ചതും നീ കൂടി വന്നതും നീ ചെയ്തതെല്ലാം വെറുതെയാ. ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം കാതുകൾ കേൾക്കാൻ പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇന്ന് രാത്രി കുടുംബമായി തലമുറകളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഓരോ വ്യക്തികളും തൊട്ട കൃപകൾക്കായി സ്തോത്രം. ലോക സൗഖ്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഉണ്ടാകട്ടെ. ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. സകല ദുരാത്മാവിന്റെ സാന്നിധ്യങ്ങളും ഭവനത്തിൽ നിന്നും മാറട്ടെ. സ്തോത്രം. ജനത്തിൽ ഉയർന്നു നിൽക്കുന്ന സകല ദുഷ്ടാത്മ സാന്നിധ്യങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭവനങ്ങൾ സ്വതന്ത്രമാകട്ടെ. അന്തരീക്ഷങ്ങൾ ക്ലിയർ ആകട്ടെ. ഭവനങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അന്ധകാര മേഖലകളെയും പൈശാചിക മേഖലകളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്തരീക്ഷങ്ങൾ മാറട്ടെ. സമാധാനങ്ങൾ വെളിപ്പെടട്ടെ. അന്തരീക്ഷങ്ങൾ മാറട്ടെ. കുടുംബങ്ങളിലുള്ള ഭിന്നതകൾ മാറട്ടെ. കുടുംബത്തിനകത്ത് ഉയരുന്ന സകല തകർച്ചയുടെ അനുഭവങ്ങൾ സ്വതന്ത്രം കൊണ്ടുവരുന്ന സകല ദുഷ്ട സാന്നിധ്യങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.